നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാം. അതായത് എഗ് ദോശ. എഗ് ദോശ ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും ഞാൻ കാണിക്കാം. അതിനായിട്ട് നമുക്ക് വേണം ദോശമാവ്. ഇത് അരിയിട്ട് 5-6 മണിക്കൂർ ഉഴുന്ന അരിയും കൂടെ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് 8-10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവ. അത് ഉപ്പിട്ട് വെച്ചേക്കുക. 2 ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ. ഒരു ടൈപ്പിൽ കാണിക്കുന്നതില് ഞാൻ 1 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സവാളയുണ്ട്. ഇതില് 1 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോയും ഉണ്ട്. പിന്നെ 1 നുള്ള് പെപ്പർ പൗഡറും 1 നുള്ള് ഉപ്പും. പിന്നെ വേണം ഇച്ചിരി ടൊമാറ്റോ കച്ചപ്പ് അല്ലെങ്കിൽ സസ്വൻ ചട്നിയോ ഏത് വേണേലും യൂസ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. എന്റെ ദോശ ഉണ്ടാക്കുന്ന തവയാ ഇത്. അതിലോട്ട് ഒരിത്തിരി എണ്ണ തേച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ദോശക്ക് ചിലർക്ക് ദോശ ഉണ്ടാക്കുമ്പോ പറയും ദോശ ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങള് 1 സവാള ഒന്നി ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ അകത്ത് ഒന്നി ഒരു ഫോർക്ക് ഇവിടെ കുത്തിയിട്ട് ഈ സവാളയുടെ ഈ സ്കിൻ എടുത്ത് കളയണേ. ഇങ്ങനെ എണ്ണ തേച്ചിട്ട് തേക്കണം. അന്നേരം ഒട്ടി പിടിക്കത്തില്ല ഈ സവാളയും കൊണ്ട് തേച്ചാല്. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ദോശമാവ് ഒഴിക്കല്. അന്നേരം അത് ശരിക്കും പരത്തി ഉണ്ടാക്കാൻ ഒക്കത്തില്ല. കല്ല് ചൂടായതിനു ശേഷം തീ തീരെ കുറയ്ക്കുക. ദോശമാവ് നന്നായി പരത്തിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഇപ്പൊ ഞാൻ ഒരിത്തിരി എണ്ണ തേച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കണേ. കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, അതൊന്ന് വേവട്ടെ. ഇപ്പൊ മുകളിലൊക്കെ മാവ് ഉണങ്ങിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒന്നി ടൊമാറ്റോ കച്ചപ്പ് അല്ലെങ്കിൽ സിസ്വൺ ചട്നി ഇട്ട് കൊടുത്തിട്ട് തേക്കണേ. കുഞ്ഞുങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് വെച്ചാ അത് തേച്ചു കൊടുക്കുക. ഇതിന് മുകളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ടയുടെ മുകളിൽ 1 നുള്ള് പെപ്പർ പൗഡർ, 1 നുള്ള് ഉപ്പ്. എന്നിട്ട് ഈ മുട്ടയൊന്ന് ഇവിടൊക്കെ സ്പ്രെഡ് ആക്കുക. സ്പ്രെഡാക്കി അതൊന്ന് വേകാറാകുമ്പോൾ അതൊന്ന് തിരിച്ചിടുക. ഇനി തിരിച്ചിട്ട് നോക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇനി അടുത്തതും അതുപോലെ തീ കുറയ്ക്കുക. ഓയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുക. ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായി പരത്തണം. എത്രയും കട്ടി കുറച്ച് പരത്താമോ അത്രയും കട്ടി കുറച്ച് പരത്തുക. ഇപ്പൊ ഞാൻ ആ ഉള്ളിക്കകത്തും ടൊമാറ്റോയ്ക്കകത്തും ഒരു മുട്ട അടിച്ച് അതിൻ്റെ അകത്ത് 1 നുള്ള് പെപ്പർ പൗഡർ ഉപ്പ് ഇട്ട് നന്നായിട്ട് നമ്മൾ മുട്ട പൊരിക്കുന്നത് പോലെ അടിച്ചു വെച്ചേക്കുക. ഇത് ഈ സൈഡ് വേവട്ടെ. സൈഡിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മുകളില് അതൊക്കെ വെന്തിട്ടുണ്ട്. സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് ആ മുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. ഏതാ കുട്ടികൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. എന്നിട്ടിത് ഇവിടേക്ക് ഒന്ന് സ്പ്രെഡ് ആക്കുക. തീ ഒരു
കുറഞ്ഞ തീയിലിരിക്കണേ, അല്ലെങ്കിൽ അടിവശം അങ്ങ് കരിഞ്ഞു പോകും. വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റായി. ഇത് തുറക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാമേ. അവിടെ ഒന്ന് വേവട്ടെ. ഇനി ഇത് 1 മിനിറ്റ് ഇതൊന്ന് തിരിച്ചിടാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മളുടെ എഗ്ഗ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മള് മുട്ട പ്ലെയിൻ ആയിട്ട് ഒഴിച്ചതും ഇത് നമ്മൾ ഉള്ളി ടൊമാറ്റോയൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കുമ്പം ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാമേ. അന്നേരം അവർക്കതൊരു ഇഷ്ടമാവും അത് കാണുമ്പം തന്നെ. ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇത് പോകാതിരിക്കാൻ നമുക്കൊരു ടൂത്ത് പിക്കും കൊണ്ട് ഇങ്ങനെ കുത്തിവെക്കാം. അങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ എഗ്ഗ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.